നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഇപ്പോൾ നടത്തുന്ന സമാധാന ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അതായത് അമേരിക്കയും ഇറാനും രണ്ട് ധ്രുവത്തിലാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ കാര്യമെടുത്താൽ ഇസ്രായേൽ ഈ സമാധാന ശ്രമത്തോട് ഒരു രീതിയിലും യോജിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാനെ പോലുള്ള ഒരു ആഗോള ഭീകരവാദ രാജ്യത്തെ ഇതിൽ ഉൾപ്പെടുത്തിയതിനോട് ഇസ്രായേൽ ഒരു രീതിയിലും യോജിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹോർമൂസിൽ പുതിയൊരു അന്താരാഷ്ട്ര ഏജൻസി നിരീക്ഷണം നടത്തും എന്നുള്ളതാണ്. ആ ഹോർമൂസിൻ്റെ ചുമതല അന്താരാഷ്ട്ര ഏജൻസിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ UN തന്നെ ഏർപ്പെടുത്തുന്ന ഏതെങ്കിലും ഏജൻസി ആയിരിക്കാം ഈ കാര്യങ്ങളൊക്കെയും നോക്കി നടത്തുക. ഇപ്പോൾ തന്നെ അമേരിക്ക അവിടെ ഒരു ഡീമൈനിങ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മൈനുകളെല്ലാം തന്നെ നീക്കം ചെയ്യുന്നു. മാൻഹാൻ 7 മാൻഹാൻ 3 ഒക്കെ നീക്കം ചെയ്ത ശേഷമായിരിക്കും ഇത്തരത്തിലുള്ളൊരു ശ്രമം നടത്തുക. ഇറാൻ ഇപ്പോൾ അവിടെ നടത്തുന്ന ചില മിന്നൽ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. വളരെ ചെറു ബോട്ടുകളിലെത്തുകയും വളരെ ശക്തമായ ആക്രമണം അവിടുത്തെ അതുവഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുകയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ യുദ്ധക്കപ്പലിന് നേരെ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ നീക്കത്തെയും പൊളിച്ചടുക്കുവാനുള്ള എല്ലാ കാര്യവും അവിടെ സജ്ജമാക്കി കഴിഞ്ഞു. ഇറാൻ ഇത്തരം ബോട്ടുകൾ സൂക്ഷിക്കുന്നത് ചില തുരങ്കങ്ങളിലാണ്. അത്തരം തുരങ്കങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു കളയുവാനും അത് എവിടെയൊക്കെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുവാനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞു. അവരെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും സഹായിക്കുന്ന രാജ്യങ്ങളും ഇതിനോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇറാന് അടിമുടി മൂടാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞു. ഇറാനെ ഇപ്പോൾ സഹായിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്, പ്രധാനമായും ചൈന ഇനി വലിയ രീതിയിലൊന്നും ഇറാനെ സഹായിക്കുവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇറാനെ പൂട്ടുവാനുള്ള എല്ലാ കാര്യവും ചെയ്തു. അതോടൊപ്പം തന്നെ ചൈനയെ ചൊടിപ്പിച്ച മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ചൈനയുടെ കപ്പലുകളെ സഹിതം ഇറാൻ അടുത്ത സമയത്ത് തടുക്കുകയുണ്ടായി. അത് ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ഇറാനൊപ്പം നിന്നിരുന്ന രാജ്യങ്ങളെ പോലും വെറുപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്കാണ് വിഷയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. ഈ ഹോർമൂസിൻ്റെ ചുമതല മറ്റൊരു അന്താരാഷ്ട്ര ഏജൻസി എടുക്കുന്നതോടുകൂടി IRGC ഇതിൽ നിന്ന് പൂർണ്ണമായും തന്നെ മാറ്റും. IRGC അടിമുടി തകർക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. IRGC അവിടെ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ അത്രയേറെ ഭയാനകമാണ്. എങ്ങനെയാണോ ഹൂതികൾ ബാബൽ അൽ മന്ദബ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുപോലെയുള്ള ഭീകരപ്രവർത്തനം തന്നെയാണ് IRGC ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെയും ഒരു അറുതി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഡീമൈനിങ് ഓപ്പറേഷൻസ് അമേരിക്കയുടെ ഡ്രോണുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇറാനെ അത്ര കണ്ട് വെറുപ്പിച്ചിട്ടില്ല എങ്കിലും വളരെ പരോക്ഷമായി ഇതിനൊക്കെ ഇന്ത്യയും പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു ഭീകരവാദ രാജ്യം ലോകത്ത് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അതുവഴിയുള്ള ഒരു കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നത് ചരക്ക് നീക്കത്തിനെ വലിയ രീതിയിൽ തന്നെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയാത്തതല്ല. ഇവർ അതിനുവേണ്ടി മനഃപൂർവ്വം തന്നെ നീക്കങ്ങൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇറാൻ ഭാരതത്തിൻ്റെ കപ്പലിനെ ആക്രമിക്കുന്ന ഒരു കാര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇറാനെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ വളരെ ശക്തമായ പ്രതികരണം നടത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം ഇറാൻ്റെ ഒരു കപ്പൽ ഇന്ത്യൻ തീരത്തുണ്ട്. അതങ്ങനെ തന്നെ ഇനി കിടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ശക്തമായൊരു ആക്രമണം നടത്തേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഇറാനെതിരെ ഭാരതം ഒരു ആക്രമണത്തിന് തന്നെ തീർച്ചയായിട്ടും സാധ്യതയൊരുക്കും. ഭാരതം ആക്രമിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും കാര്യങ്ങൾ ആ രീതിയിലൊന്നും അല്ല മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യം ഇറാനെ മുച്ചൂട് മുടിക്കുവാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെടിനിർത്തലിൻ്റെ സമയം അവസാനിക്കാൻ പോവുകയാണ്. സമാധാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പായതോടുകൂടി യുദ്ധം പുനരാരംഭിക്കുന്നതോടുകൂടി ഇറാൻ നേരത്തെ നേരിട്ട യുദ്ധമായിരിക്കില്ല ഇനി ഇറാനെ നേരിടാൻ പോകുന്നത്. ഇറാൻ ഇനി അടിമുടി തകർത്തെറിയുന്ന തരത്തിൽ, ഇറാനെ പൂർണ്ണമായും കത്തിക്കുന്ന തരത്തിലുള്ള ആക്രമണം തന്നെയാണ്. എങ്ങനെയാണോ ഹമാസിനെ നേരിട്ടത് അതേ ശൈലിയിലുള്ള ആക്രമണം തന്നെയായിരിക്കും ഇനി ഇറാന് നേരെ ഉണ്ടാവാൻ പോകുന്നത്. ഇറാൻ ഇപ്പോഴും 2015 കരാറിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ
3.6% എൻറിച്ച്മെൻറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നു. യുറേനിയത്തിൻ്റെ എൻറിച്ച്മെൻറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 3.6% ഇതൊരു സിവിലിയൻ ലെവലായിരുന്നു. ഈ സിവിലിയൻ ലെവലിൽ കീപ്പ് ചെയ്യും എന്നാണ് ഇപ്പോഴും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അമേരിക്ക സമ്മതിക്കാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ 300 കിലോഗ്രാം യുറേനിയം ഇറാൻ അവിടെ സംരക്ഷിച്ച് വയ്ക്കും, ഇറാൻ അവിടെ ശേഖരിച്ച് വയ്ക്കും. ഇറാൻ ഇത് നീക്കം ചെയ്യുവാൻ കഴിയില്ല, ഇറാൻ ഇത് മാറ്റിവെക്കുവാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽസിൻ്റെയൊക്കെ ഓപ്പറേഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെയും ഇറാൻ നടത്തുമെന്നും പറയുന്നുണ്ട്. ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല ഇസ്രായേലിനെയും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം. കാരണം ഏത് നിമിഷവും ഇറാൻ ഇതിനെ കൺവെർട്ട് ചെയ്ത് മറ്റൊരു എൻറിച്ച്മെൻറ്റിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ് അവർ ഇതിന് സമ്മതിക്കാത്തത്. അതുകൊണ്ടാണ് JCPOA നിന്ന് 2018 ട്രംപ് ഇറങ്ങിപ്പോയത്. നേരത്തെ ഒരു തീരുമാനം എടുത്തിരുന്നു, അവർ ഇത്തരത്തിലുള്ളൊരു തീരുമാനമാണ് എടുത്തത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള, അതായത് 3.6% എൻറിച്ച്മെൻറ്റ് ക്യാപ്പോടുകൂടി യുറേനിയം ഇറാനിൽ സംഭരിക്കാം. അതോടൊപ്പം തന്നെ ഈ 300 കിലോഗ്രാം യുറേനിയം അതോടൊപ്പം സെൻട്രിഫ്യൂജ് റെഡ്യൂസ് ചെയ്യാം. 19,000 നിന്ന് 6,000 സെൻട്രിഫ്യൂജ് മാറ്റം നടത്താം. ഇൻസ്പെക്ഷൻ, IAEA ഇൻസ്പെക്ഷൻ 24 മണിക്കൂറും നടത്താനുള്ള കാര്യമൊക്കെ സമ്മതിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുവാനായിട്ട് ഇറാന് സാധിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് യുറേനിയം ഇനി ഒരു കാരണവശാലും അവിടെ സമ്പുഷ്ടീകരണം നടത്തുകയേ വേണ്ട, അത് 0 ലെവലിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ മറ്റ് ഓപ്പറേഷൻസും മറ്റ് കാര്യങ്ങളൊന്നും പരീക്ഷണങ്ങളൊന്നും ഇറാനിൽ സമ്മതിച്ചു കൊടുക്കുവാനായിട്ട് പറ്റില്ല. ഈ യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റണം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കാര്യം ഇറാൻ ഉറപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ഇറാൻ്റെ സാമ്പത്തിക ഉപരോധവും, അങ്ങനെ ഉറപ്പ് കൊടുത്താൽ തീർച്ചയായിട്ടും ഇപ്പോൾ തകർന്നു കിടക്കുന്ന ഇറാനെ വീണ്ടും നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരുവാനുള്ള, അവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും അതോടൊപ്പം തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനുണ്ടായ പ്രശ്നങ്ങളൊക്കെ, അവിടെ ഏതൊക്കെ മേഖലയിൽ തകർച്ചയുണ്ടോ, അവിടുത്തെ സ്ഥാപനങ്ങൾ, അവിടുത്തെ വ്യവസായശാലകൾ എന്തൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ടോ അത് വീണ്ടും പുനർനിർമ്മിക്കുവാനുള്ള എല്ലാ സഹായങ്ങളും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഈ ഇറാൻ പറയുന്നത് ഇതൊന്നും ഇറാന് സമ്മതമല്ല. ഇറാന് ചൈനയുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ഇറാൻ ശക്തമായ ആക്രമണം, ശക്തമായ പോർമുഖം വീണ്ടും തുറക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഹോർമൂസാണ്. ആ ഹോർമൂസും കൂടെ ഇനി നഷ്ടപ്പെടും. മുൻ സൂചിപ്പിച്ചതുപോലെ ഇനി അവിടെ ഒരു അന്താരാഷ്ട്ര ഏജൻസി ആയിരിക്കും അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ പോകുന്നത്. അത് UN ചിലപ്പോൾ നിയന്ത്രിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയും പോലുള്ള ലോകരാജ്യങ്ങൾ, ലോകത്തിൻ്റെ നേതൃനിരയിലുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഏജൻസി ഹോർമൂസിൻ്റെ ചരക്ക് ഗതാഗതം വളരെ സുഗമമായി നടത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ എല്ലാം തന്നെയും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.